Hello, hi dear friends, welcome to yet another session of Mission Banker. അപ്പോൾ മിഷൻ ബാങ്കറിൻ്റെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിസിക്സ് പേപ്പറാണ്. അതിലും അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരൊറ്റ ടോപ്പിക്കാണ് നമുക്ക് ബാലൻസ് ഉള്ള. ആ ടോപ്പിക്കാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിർബന്ധമായും ഈ ഒരു പാർട്ടിയിൽ നിന്ന് നമുക്ക് ഒരു മിനിമം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ ലാസ്റ്റ് നമ്മൾ ബാക്കി വെച്ചേക്കണ ഡയമെൻഷണൽ അനാലിസിസ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കായ ഡയമെൻഷണൽ അനാലിസിസ് തന്നെ നോക്കാം അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോയാലോ. യെസ്, അപ്പോൾ നമുക്ക് നോക്കി തുടങ്ങാം. ഡയമെൻഷണൽ അനാലിസിസ് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഡയമെൻഷണൽ അനാലിസിസ്. ഒരു 5-6 കൊല്ലത്തെ അല്ല, നിങ്ങൾ ഒരുപാട് നമുക്കിപ്പം നെറ്റിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കിട്ടും. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിങ്ങൾ ഇപ്പം ഏതെങ്കിലും എഞ്ചിനീയറിങ്ങിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ ആയാലും അല്ലെങ്കിൽ മെഡിസിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻസ് ആയാലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഡയമെൻഷണൽ അനാലിസിസ്. യെസ്, ഭയങ്കര ഈസിയായ നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഭയങ്കര ഈസിയാണ്. പക്ഷേ ചില ടോപ്പിക്സ് എന്ന കാര്യം നമുക്ക് ഭയങ്കര ഈസി ആണെങ്കിലും അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് കുറേ പേര് ഭയങ്കര ടഫായി ഫീൽ ചെയ്യാറുണ്ട്. സോ അങ്ങനത്തെ കാറ്റഗറിയിലുള്ള അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിൽ വന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസ്. കുറേ പിള്ളേർ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ അതായത് പല ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് അവർ ബൈ ഹാർട്ട് പഠിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, അതിൻ്റെ അതിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ഫോഴ്സ് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്നുള്ളതൊക്കെ പലരും ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. നമുക്ക് ഫിസിക്സ് പേപ്പറിൽ നമ്മുടെ ഫസ്റ്റ് ഇയർ അതായത് നമ്മുടെ +1 അതേപോലെ +2 കൂടി നമുക്കൊരു 100-100ഓളം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ടാവും. നമ്മുടെ ഫസ്റ്റ് ഇയറും അതേപോലെ നമ്മുടെ സെക്കൻഡ് ഇയറും നമ്മുടെ +1 +2 രണ്ടും കൂടെ നമ്മൾ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിക്കാനുണ്ടാകും. നമുക്കറിയാം 7 ക്വാണ്ടിറ്റീസ് ആണ് എന്ത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ബാക്കി എല്ലാം എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഒരു 50-ഓളം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 10-60-70ഓളം അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 100ഓളം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമുക്ക് ഈ 2 കൊല്ലം കൂടെ കൂടിയിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഈ 50-60 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുലാസ് നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ഡയമെൻഷൻസ് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റാൻഡേർഡായി നമ്മൾ കണക്കാക്കണ കുറച്ച് ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സമയത്ത് എക്സാമിനേഷനിൽ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കണ സമയത്ത് നമ്മുടെ ഈ ബേസിക്കായ അല്ലെങ്കിൽ ജനറലി യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്ത ഈ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് നമ്മളോട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കണതിന് പകരം അവർ നമുക്ക് സ്റ്റാൻഡേർഡ്സ് തരും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ അതായത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു സ്റ്റാൻഡേർഡായ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇന്നതൊക്കെയാണ്. പക്ഷേ പുതിയ ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പുതിയൊരു സിസ്റ്റത്തിൽ വേറെ ഏതെങ്കിലും കുറച്ച് ക്വാണ്ടിറ്റീസ് തന്നിട്ട് ഇതൊക്കെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണതെങ്കിൽ അങ്ങനെയെങ്കിൽ ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ ലെങ്ത്തിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എന്താണ്, ഓറൽസ് ഇപ്പോൾ ടോർക്കിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എന്താണ്, അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് കുറേ പേര് കുഴഞ്ഞു പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. സോ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡയമെൻഷണൽ അനാലിസിസിൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഇക്വേഷൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ഇഷ്ടം പോലെ എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്തായാലും എന്താണ് ഡയമെൻഷണൽ അനാലിസിസ്, ഇതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, അത് നമുക്ക് ആ കോൺസെപ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോകാം. നോക്കിക്കോളും. ഡയമെൻഷണൽ അനാലിസിസ് നമുക്കറിയാം നമ്മുടെ ഫിസിക്കൽ
ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് മേജറായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് ആണ്, രണ്ടാമത്തത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. നമുക്കറിയാം ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് യെസ് അവർ പ്രത്യേകിച്ച് ആരെയും ഡിപ്പെൻഡ് ചെയ്യണില്ല, നമുക്ക് ആ ക്വാണ്ടിറ്റീസ് ആസ് സച്ച് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. പക്ഷേ ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എപ്പോഴും നമ്മൾ ആരിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ എന്നൊരു ഫിസിക്കൽ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. എ എന്നൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നമുക്കുണ്ട്. ഈ എ എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എ എന്ന് പറയുന്ന ഇപ്പം വേണ്ട ബി അതേപോലെ സി ഡി ഇങ്ങനെ വേറെ ഏതെങ്കിലും 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 3 കുറേ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെയൊക്കെയാണ് ഈ എ എന്ന് പറയുന്ന ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യണേന്ന് ഇരിക്കട്ടെ ഇൻറ്റു. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഞാൻ പറയുമ്പോൾ ബി ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, സിയും ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, ഡി അഗെയിൻ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇനെയും എഫിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, എഫ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഈ എ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈ ഓരോ ക്വാണ്ടിറ്റീനെയും ബി ആയാലും സി ആയാലും ഇ ആയാലും എഫ് ആയാലും ഇങ്ങനെ ഓരോ ക്വാണ്ടിറ്റീനെയും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇവർ തമ്മിലുള്ളൊരു കണക്ഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഡൈമെൻഷണൽ അനാലിസിസിൽ പഠിക്കണത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കണക്ഷൻ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്കുണ്ട്, 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നമുക്കുണ്ട്. ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ ഡൈമെൻഷൻസ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ സ്ക്വയർ ബ്രാക്കറ്റ്സിലാണ് നമ്മൾ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ ഡൈമെൻഷൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നോക്കിക്കോളൂ, ഞാനത് ആദ്യം എഴുതാം. നമുക്കറിയാം ഒന്ന് മാസ് ആണ് അല്ലേ, മാസ് ഉണ്ട്, ലെങ്ത് ഉണ്ട്, പിന്നെ ടൈം ഉണ്ട്, പിന്നെ നമുക്ക് എന്ത് പറയാം തെർമോഡൈനാമിക് ടെമ്പറേച്ചർ ഉണ്ട്, പിന്നെ വി ഹാവ് കറൻറ്റ് പിന്നെ നമുക്ക് എന്താണുള്ളത്, നമുക്ക് ലുമിനസ് ഇൻറ്റൻസിറ്റി ഉണ്ട്, അതേപോലെ പിന്നെ എന്താണുള്ളത് എമൗണ്ട് ഓഫ് മാറ്റർ ഉണ്ട് അല്ലേ. യെസ്, അപ്പോൾ ഇതിന് നമ്മൾ ഈ ഓരോരോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി 3, 4, 7 ഓക്കെ, ഈ ഓരോരോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിനെ നമ്മൾ ഡൈമെൻഷനായി റെപ്രസെൻ്റ് ചെയ്യേണ്ടത് നോക്കിക്കോളൂ. മാസിനെ നമ്മൾ ക്യാപിറ്റൽ എം റൗണ്ടഡ് അല്ലേ, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓരോരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിനും ശേഷവും നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റാണ് ഇടുന്നത്. മാസിനെ നമ്മൾ ക്യാപിറ്റൽ എം സറൗണ്ടഡ് ബൈ അല്ലെങ്കിൽ അതിന് എന്താണ് ചുറ്റിലും എന്താണ് 2 സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. അതേപോലെ ലെങ്തിനെ നമ്മൾ എൽ വിത്ത് സ്ക്വയർ ബ്രാക്കറ്റാണ്, ടൈമിനെ ടി വിത്ത് സ്ക്വയർ ബ്രാക്കറ്റാണ്, ടെമ്പറേച്ചർ കെയും സ്ക്വയർ ബ്രാക്കറ്റും, കറണ്ടിനെ എ എൻ സ്ക്വയർ ബ്രാക്കറ്റ്, നമ്മുടെ ലുമിനസ് ഇൻറ്റൻസിറ്റീനെ സി ഡി, അതേപോലെ എമൗണ്ട് ഓഫ് മാറ്ററിനെ മോൾ. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ ഡൈമെൻഷണലായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡൈമെൻഷൻസ് ആണിത്. അപ്പം ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ഡൈമെൻഷണൽ അനുസരിച്ച് നമ്മൾ മെയിനായിട്ട് എന്താണ് പഠിക്കണേന്ന് വെച്ചാൽ ഓരോരോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് എന്ന് പറയുമ്പം റേസ്ഡ് ടു വാട്ട് പവർ അല്ലേ. നമ്മൾ ഈ ഒരു ഡൈമെൻഷണൽ അനാലിസിസ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് എക്സാക്റ്റ് ആയ ഇക്വേഷൻ എന്താണ് എന്നുള്ളതല്ല. അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയുമ്പം ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണല്ലേ. ഇവിടെ മാസ് എന്ന് പറയുന്നത് എന്താണ്? മാസ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. പക്ഷേ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് അഗെയിൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ നമുക്ക് പറയാം ആക്സിലറേഷൻ എന്ന് പറയുന്നത്
ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം സ്ക്വയർ. നമ്മൾ ഈ മോഷൻ ഇൻ എ ലീനിയർ, അതായത് ലീനിയർ മോഷൻ അല്ലെങ്കിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആക്സിലറേഷൻ, അതേപോലെ എന്താ പറയുക, ഡിസ്റ്റൻസും വെലോസിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ റിട്ടാർഡേഷൻ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പം ജസ്റ്റ് ഈ ഇക്വേഷൻസ് നമ്മളിപ്പോൾ അതായത് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ എല്ലാ എക്സാമ്പിൾസിനും അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എവിടെ പഠിക്കും? നമ്മൾ പല ചാപ്റ്റേഴ്സിലായിട്ട് നമ്മൾ പഠിച്ചു പോകും. നമ്മൾ ഇവിടെ എക്സാമ്പിൾസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെർട്ടിക്കുലർ ഇന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ഇതാണെന്ന് നമ്മൾ ആദ്യം എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാൻ പാടില്ല അല്ലേ, ഓരോരോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. പക്ഷേ നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ, ഇനി അതല്ല ബോർഡ് എക്സാമിനേഷൻ ആയാലും, നിങ്ങൾ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് എക്സാമിനേഷനിൽ അവർ ഇന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ഇതാണെന്നൊന്നും തന്നിട്ടുണ്ടാവില്ല. സോ നമുക്ക് ഓൾറെഡി നമ്മൾ ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സോ ആ ഇക്വേഷൻ വെച്ച് നമ്മൾ സോൾവ് ചെയ്ത് പോകും. എന്തായാലും നോക്കിക്കോളൂ, ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കറിയാം ഡി അഗെയിൻ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, ടിയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഫോഴ്സിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് മാസ് ഉണ്ട്, അതേപോലെ ഡി എന്നുള്ളൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്, ടി എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഡയമെൻഷനായി റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ആ ക്വാണ്ടിറ്റീനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊണ്ട് നമ്മൾ റൗണ്ട് ചെയ്യുന്ന സമയത്താണ് നമുക്കതിൻ്റെ ഡയമെൻഷൻ കിട്ടുന്നത്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ആരേക്കാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാണ്, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയ എഫ് എങ്ങനെയാണ് നമ്മുടെ ഈ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തേക്കണേ? മാസിനെ ടു ദി പവർ 1, ലെങ്ത്തിനെ ടു ദി പവർ 1, ടൈമിനെ ടു ദി പവർ -2. ഒരു പക്ഷേ ഇവിടെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ കെ എടുക്കുവാണ്. ഫോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നമ്മുടെ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഈ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തേക്കണേ? ടു ദി പവർ 0. അപ്പോൾ ടു ദി പവർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമേ ഇല്ല അല്ലേ? അപ്പം നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിൽ മനസ്സിലാക്കണ കാര്യം അതാണ്. ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഏതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? റേസ്ഡ് ടു വാട്ട് പവർ? റേസ്ഡ് ടു 0 ആണെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ടു ദി പവർ 1, 2, ചില സമയത്ത് നെഗറ്റീവ് പവേഴ്സ് ഉണ്ടാവും, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് എന്തായാലും കുഴപ്പമില്ല. റേസ്ഡ് ടു വാട്ട് പവർ എന്നുള്ളതാണ് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? അതിൻ്റെ സിമ്പൽ നമ്മൾ എഴുതും, എന്നിട്ട് അതിനെ നമ്മൾ സ്ക്വയർ ബ്രേസ് അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് കൊണ്ട് നമ്മൾ റൗണ്ട് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഈ ഒരു 7 എണ്ണമാണ് സ്റ്റാൻഡേർഡ് ആയ ഡയമെൻഷൻസ്. ഈ 7 എണ്ണമാണ് നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ സ്റ്റാൻഡേർഡ് ആയ ഡയമെൻഷൻസ്. നമുക്ക് മാസ് റെപ്രസെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്, ലെങ്ത് ആണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ടൈം റെപ്രസെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മാറ്റർ റെപ്രസെൻറ്റ് ചെയ്യണം. ഈ ഡയമെൻഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യണത്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, ഇനി ഡയമെൻഷണൽ ഫോർമുല. നമ്മൾ 2 ടേംസ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് ഡയമെൻഷണൽ ഫോർമുല, ഒന്ന് ഡയമെൻഷണൽ ഇക്വേഷൻ. നമ്മൾ പറയുമ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി is equal to some dimension ഉണ്ടാവുമല്ലോ, നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഇന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണതിനെയാണ് നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡയമെൻഷണൽ ഫോർമുല? ഇപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാണ്. ആ ഫോഴ്സ് ഏതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അത് എങ്ങനെയാണ്, ഏത് റേസ് ടു വാട്ട് പവർ,
അല്ല ആ ഏത് പവറിലാണ് ഡിപ്പെൻഡ് ചെയ്യണമെന്നുള്ളത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ എൻക്ലോസ് ചെയ്ത് നമ്മൾ പറയണതിനെയാണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഈക്വൽ സൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ റെസ്പെക്റ്റീവ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീനെ നമ്മൾ ഡയമെൻഷനിൽ റെപ്രസെൻറ്റ് ചെയ്യും. ഈക്വൽ സൈനിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്നും കൂടെ എഴുതിയാൽ അതെന്താണ്? അത് ഡയമെൻഷണൽ ഇക്വേഷൻ ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെയാണ് ഡയമെൻഷണൽ ഇക്വേഷൻ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയാൽ അതിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണേ എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമുക്ക് സിമ്പിളായ ഒരു ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ് അല്ലേ. നമുക്ക് അതായത് നമ്മൾ ഈ ഒരു ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്കൊരു ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഏരിയയുടെ യൂണിറ്റ് അറിയാം. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ് ഏരിയയുടെ യൂണിറ്റ്. സോ ഈ യൂണിറ്റിൽ ഏത് ക്വാണ്ടിറ്റി ആണുള്ളത്? ഈ യൂണിറ്റിൽ ലെങ്ത് എന്നുള്ള ക്വാണ്ടിറ്റി ആണുള്ളത്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ. സോ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? എൽ ആണ്. സോ എൽ സ്ക്വയർ. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് വെച്ച് നമുക്ക് ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാം. ഏറ്റവും ആപ്റ്റായ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഫോർമുല അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ആപ്റ്റായ ആ ഒരു ഇക്വേഷൻ. അതായത് നമുക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഇക്വേഷൻ അറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് യൂണിറ്റും കണ്ടുപിടിക്കാൻ പറ്റും, അതിൽ നിന്ന് നമുക്ക് ഡയമെൻഷണൽ ഫോർമുലയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഏരിയ നമുക്കറിയാം. ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആവാം, അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് ആവാം, എങ്ങനെ വേണമെങ്കിലും പറയാം. നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഫാക്ടേഴ്സാണ്, ലെങ്ത് ആണുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ പൊതുവെ അതായത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യണത് മെക്കാനിക്സ് ആണ്. അപ്പോൾ ഈ മെക്കാനിക്സ് നമുക്ക് ഫിസിക്സിനെ പല പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. മെക്കാനിക്സ് എന്ന് ഡിവൈഡ് ചെയ്യാം, അതേപോലെ എന്താ പറയുക നമുക്ക് ഇലക്ട്രോണിക്സ് എന്ന് ഡിവൈഡ് ചെയ്യാം, ഇലക്ട്രിക്കൽ, ഇങ്ങനെ നമുക്ക് പല ഭാഗങ്ങളുണ്ട്. ഫിസിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഹോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഹോൾ സബ്ജക്റ്റിനെ നമുക്ക് പലതായി ഡിവൈഡ് ചെയ്യാം. അതായത് പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ചില ചാപ്റ്റേഴ്സ് ഇലക്ട്രോണിക്സിൽ വരും, ചില ചാപ്റ്റേഴ്സ് എന്താ പറയുക നമ്മുടെ തെർമോഡൈനാമിക്സിൽ വരും, ചില ചാപ്റ്റേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലിൽ വരും, അതേപോലെ ചില ചാപ്റ്റേഴ്സ് നമ്മൾ പറയും മെക്കാനിക്സിൽ വരും. അങ്ങനെ നമുക്ക് അതേപോലെ ചില ചാപ്റ്റേഴ്സ് നമുക്ക് ഓപ്റ്റിക്സിൽ വരും. നമ്മളിവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകണം, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾസ് നമ്മൾ മെക്കാനിക്സിലുള്ള കുറച്ചധികം എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെക്കാനിക്സിൻ്റെ കാര്യം നമ്മൾ പറയുമ്പം മെക്കാനിക്സ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ഡിവിഷൻ്റെ താഴെ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എല്ലാം തന്നെ നമുക്ക് 3 ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ 3 ഡയമെൻഷൻസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് മാസാണ്, രണ്ടാമത്തത് ലെങ്ത് ആണ്, മൂന്നാമത്തത് ടൈമാണ്. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നമ്മൾ അനലൈസ് ചെയ്യുമ്പം ഇത് ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഈ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആകെ ലെങ്ത്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ പറയുമ്പം ഞാൻ മാസ് എടുത്തു, അതേപോലെ ലെങ്ത് എടുത്തു, ടൈം എടുത്തു. ഈ ഇക്വേഷനിൽ മാസേ ഇല്ല, സോ m to the power 0. ഈ ഇക്വേഷനിൽ ടൈമേ ഇല്ല, സോ t to the power 0. ഈ ഇക്വേഷനിൽ ലെങ്ത് ഉണ്ട്, 2 പ്രാവശ്യം നമ്മൾ പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്. സോ എന്താണ് m to the power l സ്ക്വയർ. മനസ്സിലായോ? ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല m to the power 0 l സ്ക്വയർ t to the power 0. മനസ്സിലായല്ലോ? നമ്മൾ ഈ m to the power 0 t to the power 0 എഴുതണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇങ്ങനെ എൽ സ്ക്വയർ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. നമ്മളിങ്ങനെ എല്ലാ എന്താ പറയുക നമ്മുടെ എല്ലാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് അതിൻ്റെ പവർ 0 0 0 നമ്മൾ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? എൽ സ്ക്വയർ. സ്ക്വയർ ബ്രേസിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. എൽ സ്ക്വയർ എന്ന് കൊടുത്താൽ മനസ്സിലായല്ലോ? വേറൊരു എക്സാമ്പിൾ നോക്കാം, സിമ്പിളായ ഒരു എക്സാമ്പിൾ നോക്കാം. വോള്യൂം അല്ലേ, നമ്മൾ വോള്യൂം പറയുമ്പോൾ നമുക്ക് എന്താണ്? ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. എഗെയിൻ ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസിനെയും ഡിപ്പെൻഡ് ചെയ്യണില്ല. ലെങ്ത്തിനെ റേസ് ടു 3 പ്രാവശ്യം ഡിപ്പെൻഡ് ചെയ്യേണ്ടത്,
ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യണില്ല. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എം ടു ദ പവർ 0 എൽ ക്യൂബ് ടി ടു ദ പവർ 0 എന്ന് എഴുതാം. അതർവൈസ് യു ക്യാൻ റൈറ്റ് എൽ ടു ദ പവർ ക്യൂബ്. ഇങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. മനസ്സിലായല്ലോ? അപ്പം നമുക്കൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി കിട്ടിയാൽ ആദ്യം അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാമെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ എഴുതും. ആ ഇക്വേഷനിലുള്ള എല്ലാ ടേംസിനെയും അല്ലെങ്കിൽ ആ ഇക്വേഷനിലുള്ള എല്ലാ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട്. നമ്മൾ നേരത്തെ ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചപ്പം മാസ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിരുന്നു, പക്ഷേ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീനെ ഞാൻ അതിൻ്റെ ഇക്വേഷൻ എഴുതി വെലോസിറ്റി ബൈ ടൈം എന്നാക്കി. എഗെയിൻ ടൈം ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്, പക്ഷേ വെലോസിറ്റി എന്താണ്? അത് എഗെയിൻ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. സോ പിന്നെയും ഞാൻ അതിനെ മാറ്റി എഴുതി മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം സ്ക്വയർ അല്ലേ. പിന്നെ ഞാൻ നോക്കുമ്പോഴാണ് ഡിസ്റ്റൻസ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്, ടൈം ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്, മാസും ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെ എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് എന്തായി കിട്ടി? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് കിട്ടി. അപ്പോൾ എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡായ ഈ ഡയമെൻഷൻസ് യൂസ് ചെയ്ത് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എത്ര പ്രാവശ്യമാണ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എത്ര പ്രാവശ്യമാണ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യണത്, എത്ര പ്രാവശ്യമാണ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യണത് എന്നുള്ളത് വെച്ച് റേസ് ടു പവർ നമുക്ക് ഇട്ട് കൊടുക്കാം. മനസ്സിലായല്ലോ? യെസ്. നമുക്ക് നോക്കാം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്ക് നോക്കാം വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് വെലോസിറ്റി. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്, ടൈം എന്ന് പറയുന്നതും ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ലെങ്ത് ആണ്. സോ അതിൻ്റെ ഡയമെൻഷണൽ ഫോമുല എന്താണ്? എൽ ആണ്. ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷണൽ ഫോമുല എൽ ആണ്. ടൈമിൻ്റെ ഡയമെൻഷണൽ ഫോമുല ടി ആണ്. സോ നമ്മുടെ വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോമുല എന്താണ്? എൽ ഡിവൈഡഡ് ബൈ ടി ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോമുല എൽ ഡിവൈഡഡ് ബൈ ടി ആണ്. നമ്മൾ ഡയമെൻഷണൽ ഫോമുല എഴുതുന്ന സമയത്ത് നമ്മളതിനെ പ്രോഡക്റ്റ് ആയിട്ടാണ് ജനറലി എഴുതാറ്. നമ്മളതിനെ ജനറലി പ്രോഡക്റ്റ് ഫോമിലാണ് ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ജനറലി നമ്മൾ പ്രോഡക്റ്റ് ഫോമിലാണ് നമ്മൾ എഴുതാറ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്കറിയാം ഡിനോമിനേറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 ഡിവൈഡഡ് ബൈ വൈ ടു ദ പവർ എ ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വൈ ടു ദ പവർ മൈനസ് എ. നമ്മുടെ എക്സ്പോണൻസിൽ ഇൻവേഴ്സ് ലോ എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട്. ഞാൻ നമ്മുടെ ഈ എൻട്രൻസ് എക്സാമിനേഷൻ്റെ പല സെഷൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫിസിക്സിൽ നമ്മൾ മാത്സിൽ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ബേസിക്കായ കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ടാവും. അപ്പോൾ മാത്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായ കാര്യങ്ങൾ നമ്മൾ ബാങ്ക് എക്സാമിനേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ആണ് സിംപ്ലിഫിക്കേഷൻ. അതിൽ നമ്മൾ ഫുൾ ബേസിക് മാത്സിൽ നമ്മൾ അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും ഡിവിഷൻ, ഫ്രാക്ഷൻ, ഡെസിമൽസ്, എക്സ്പോണൻസ് എന്ന് വേണ്ട മാത്സിലുള്ള ഒരുപാട് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് എന്ന് വേണ്ട മാത്സിലുള്ള ഒരുപാട് ബേസിക്കായ കാര്യങ്ങൾ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. മാത്സിലെ ഇത്തരം ബേസിക്കായ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റർ പോയി അല്ലെങ്കിൽ ആ വീഡിയോസ് പോയി നിങ്ങൾ കണ്ടാൽ മതി. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് ഈ ഇൻവേഴ്സ് ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നമ്മുടെ ഫിസിക്സ് പേപ്പറിൽ നമ്മളത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുറേ ടൈം പോകും. സോ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ സെഷൻ പോയി കണ്ടാൽ മതി. യെസ്, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. അങ്ങനെ നമുക്ക് എന്തുണ്ട്? ഒരു ഇൻവേഴ്സ് ലോ ഉണ്ട്, എക്സ്പോണൻഷ്യൽ. അപ്പോൾ മുകളിലുള്ള പവർ നമ്മൾ താഴത്തേക്ക് കൊണ്ടുവന്നാൽ നെഗറ്റീവ് ആവും, താഴത്തുള്ള പവർ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പം അത് നെഗറ്റീവ് ആവും. അതാണ് നമ്മുടെ ഇൻവേഴ്സ് ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ പവർ താഴത്താണ്. സോ താഴത്തുള്ള ഈ പവർ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് എന്താവും? നെഗറ്റീവ് ആവും. ഇവിടെ എൽ ഡിവൈഡഡ് ബൈ ടി ആണ്. സിംപ്ലി നമുക്കൊരു വാല്യൂ എക്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവർ എന്താണ്? 1 ആണ്. അപ്പോൾ ഇവിടുത്തെ ടിയുടെ പവർ 1 ആണ്. സോ മുകളിലേക്ക് വരുമ്പോൾ അത് എന്തായി? -1 ആയി. സോ എൽ ടി ടു ദ പവർ -1. നിങ്ങൾക്ക് എക്സാമിനേഷനിൽ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിലും ശരിയാണ്, ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിലും ശരിയാണ്. മനസ്സിലായല്ലോ? വേറെ രീതിയിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തരും. എൽ ടു ദ പവർ ടി ടു ദ പവർ -1, എൽ ടു ദ പവർ -1. ടി ടു ദ പവർ -1
L to the power -1. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിക്കോളൂ. ഇവിടെ താഴത്തെ പവർ മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? താഴെ നെഗറ്റീവ് ആണെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആവും, താഴത്ത് പോസിറ്റീവ് ആണെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആവും. മുകളിൽ നെഗറ്റീവ് ആണെങ്കിൽ താഴത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആവും, മുകളിൽ പോസിറ്റീവ് ആണെങ്കിൽ താഴത്തേക്ക് വരുമ്പം നെഗറ്റീവ് ആവും. അപ്പോൾ ഈ എല്ലിനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോവാണ്, പോസിറ്റീവായി എല്ലായി Lt to the power -1. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്ന ആളുടെ ഡയമെൻഷണൽ ഫോർമുല Lt to the power -1 ആണ്. മനസ്സിലായല്ലോ? യെസ്. നമുക്ക് ആക്സിലറേഷൻ നോക്കാം. യെസ്, ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ടൈം ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്, പക്ഷേ വെലോസിറ്റി ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ ഡിസ്റ്റൻസും ഡിറൈവ്ഡ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിരുന്നു, ടൈമും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിരുന്നു. പക്ഷേ ഈ കേസിൽ നോക്കിക്കോളൂ, നമ്മുടെ ഒരു ക്വാണ്ടിറ്റി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് ടൈം, പക്ഷേ വെലോസിറ്റി എന്താണ്? അത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റിനെ നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിലേക്ക് മാറ്റാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? ഈ ടൈം താഴത്തേക്ക് വരും. സോ എന്തായി? ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയർ ആണ് എന്ത്? ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. ഡിസ്റ്റൻസ് നമുക്കറിയാം ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്, ടൈമും നമുക്കറിയാം അതും ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. ഡിസ്റ്റൻസ് ഇവിടെ എത്ര പ്രാവശ്യമുണ്ട്? ഒരു പ്രാവശ്യമാണ്. സോ L അപ്പോൾ ഒരു പ്രാവശ്യം ഉള്ളൂ. അതേപോലെ ടൈം ഇവിടെ എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമാണ്. സോ T to the power 2. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ ഈ ടീനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പം Lt to the power -2 എന്ന് കിട്ടും. Lt to the power -2 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? സോ ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? Lt to the power -2. അപ്പം നമ്മൾ കുറേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണ സമയത്തല്ലേ, നമുക്ക് എന്താ പറയുക, ആക്സിലറേഷൻ, വെലോസിറ്റി അല്ലെങ്കിൽ ഫോഴ്സ്, ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മളറിയാതെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കയറി അങ്ങ് രജിസ്റ്റർ ആകും. നമ്മൾ കുറേ എക്സാമ്പിൾസിൽ നമുക്ക് ആക്സിലറേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി അതൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഇത്രയും സ്റ്റെപ്സ് പ്രൊസീഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ വെലോസിറ്റി എന്നുള്ള ഈ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇപ്പോൾ Lt to the power -1 ആണ്, Lt to the power -1 ആണ് വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? ടൈമും കൊടുക്കുക. ഇവിടെ ടൈം എവിടെയാണ്? താഴത്താണ്. ഞാൻ ഈ ടൈമിനെ മുകളിലേക്ക് കൊണ്ടുവരുമ്പം L into T to the power -1 into T to the power -1 എന്ന് നമുക്ക് കിട്ടും അല്ലേ? L into T to the power -1 into T to the power -1 എന്ന് കിട്ടും. നമുക്കറിയാം A പവർ M into A പവർ N, അത് പവർ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല, നമ്മുടെ ഇത് എന്തായിരിക്കും? A പവർ M പ്ലസ് N ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് രണ്ടിൻ്റെയും ബേസ് T ആണ്. -1 + -1 ഞാൻ പറഞ്ഞു, മാത്സിൽ ബേസിക്കായ കാര്യങ്ങളുടെ കുറേ ആപ്ലിക്കേഷൻസ് നമുക്ക് ഫിസിക്സിൽ ഉണ്ടാവും. എക്സ്പോണൻസിൻ്റെ കാര്യങ്ങളുണ്ടാവും, ഫ്രാക്ഷൻസിൻ്റെ കാര്യങ്ങളുണ്ടാവും, നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ഉണ്ടാവും, ഡെസിമൽ നമ്പേഴ്സിൻ്റെ കാര്യങ്ങളുണ്ടാവും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. സോ -1 + -1 എന്ന് പറയുന്നത് -2 ആണ്. സോ Lt to the power -2. മനസ്സിലായി? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം, ബേസിക്കായ എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ആ സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ചാപ്റ്ററിൻ്റെ താഴെ വരുന്ന വീഡിയോസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് ഉള്ളവർ അത് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. മനസ്സിലായല്ലോ? യെസ്. ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ നമ്മൾ കുറേ എക്സാമ്പിൾസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആവും. ഓക്കെ, നമ്മുടെ ഫിസിക്സ് ഈ പേപ്പറിൽ തന്നെ ഏത് എൻട്രൻസ് എക്സാമിനേഷൻ ആയാലും നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. യെസ്.
നമുക്ക് നോക്കാം, ഡെൻസിറ്റി നോക്കാം. യെസ്, ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് ബൈ വോള്യൂമാണ് അല്ലേ? മാസ് ബൈ വോള്യൂമാണ്. മാസ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്, പക്ഷേ വോള്യൂം ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. വോള്യത്തിൻ്റെ നമ്മുടെ എന്താ പറയുക, വോള്യത്തിൻ്റെ നമ്മുടെ ഡയമെൻഷണൽ ഫോമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ L⁻³ അല്ലേ? വോള്യത്തിൻ്റെ ഡയമെൻഷണൽ ഫോമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ L⁻³. അപ്പോൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ മാസ് ഡിവൈഡഡ് ബൈ L ഇൻറ്റു L, അതിനെ നിങ്ങൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിലേക്ക് മാറ്റിയിട്ട് മാസ് കൊടുക്കുന്നു, പിന്നെ ഇവിടെ എന്ത് കൊടുക്കുന്നു? L⁻³ എന്ന് കൊടുക്കുന്നു. ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരും mL⁻³. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വോള്യൂം എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷണൽ ഫോമിൽ അറിയാമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസിൻ്റെ ഡയമെൻഷണൽ ഫോമുല m ആണ്, വോള്യത്തിൻ്റെ ഡയമെൻഷണൽ ഫോമുല L³ ആണ്. ഈ L³ മുകളിലേക്ക് വന്നു mL⁻³ മനസ്സിലായല്ലോ? ഈ ഒരു രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോമുല നിങ്ങൾക്ക് ബൈഹാർട്ടായിട്ട് അറിയാം, കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ ആ പർട്ടിക്കുലർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീനെ പിന്നെ ഫർദർ ഫണ്ടമെൻ്റലായി കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ഡയമെൻഷൻ പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അറിയാമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അറിയാൻ പാടില്ലെങ്കിൽ അതിന് നിങ്ങൾ ഇക്വേഷൻസ് വെച്ച് എന്ത് ചെയ്യുക? ഇക്വേഷൻസ് വെച്ച് അതിനെ നിങ്ങൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡയമെൻഷൻസ് ഏതാണെന്നുള്ളത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. യെസ്, ഓക്കെ. ഞാൻ വേറെ ഒരെണ്ണം എഴുതാം, മൊമെൻറ്റം. ഓക്കെ, മൊമെൻറ്റം. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മൊമെൻറ്റം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഓക്കെ, എന്താണ് മാസിൻ്റെ ഡയമെൻഷണൽ ഫോമുല? മാസിൻ്റെ ഡയമെൻഷണൽ ഫോമുല m ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോമുല നമുക്കറിയാം L⁻⁻⁻1 ആണ്. അറിയാൻ പാടില്ലെങ്കിൽ അതിനെ നമ്മൾ ഫർദർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിലേക്ക് കൺവേർട്ട് ചെയ്യും ഇക്വേഷൻ വെച്ച്. ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷണൽ ഫോമുല L ആണ്, ടൈമിൻ്റെ ഡയമെൻഷണൽ ഫോമുല T ആണ്. T താഴത്തുനിന്ന് മുകളിലേക്ക് വരുമ്പോൾ എന്തായി? T⁻⁻1 ആയി. സോ L⁻⁻1. അപ്പോൾ നമ്മുടെ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷണൽ ഫോമുല എന്താണ്? mL⁻⁻1. mL⁻⁻1. ഇപ്പോൾ നിങ്ങളോട് എക്സാമിനേഷനിൽ ചോദിക്കുവാണ്, ഇപ്പോൾ കറൻറ്റ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി മൊമെൻറ്റത്തിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മൊമെൻറ്റം എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി കറൻറ്റിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമുക്കറിയാം ഇവിടെ A എന്ന് പറയുന്ന സാധനമേ ഇല്ല അല്ലേ? കറൻറ്റ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. സോ ഇവിടുത്തെ കറൻറ്റിൻ്റെ ഈ ഡയമെൻഷണൽ ഫോമുലയിൽ കറണ്ട് എത്ര പ്രാവശ്യമാണ്? 0 ടൈമാണ്, പവർ 0 ആണ്. സോ ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആര് ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല? കറൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്കങ്ങനെ കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് നോക്കാം, അതിൻ്റെ ഡയമെൻഷണൽ ഫോമുലയും നമുക്ക് കണ്ടുപിടിച്ച് പോകാം. അപ്പോൾ ഇനി നമ്മൾ കുറച്ചധികം എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ ഈ എക്സാമ്പിൾസ് നമ്മൾ നോക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നമ്മുടെ വീഡിയോ പോസ് ചെയ്തിട്ട് സെൽഫായിട്ടൊന്ന് ചെയ്ത് നോക്കണം. ഞാനിവിടെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ആ ഇക്വേഷൻ വെച്ച് നിങ്ങൾ സെൽഫായിട്ടൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം, കമ്പയർ ചെയ്ത് നോക്കാം നിങ്ങളുടെ ആൻസറും നമ്മുടെ ആൻസറും. യെസ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ 94ഓളം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ അപ്പൻഡിക്സ് എടുക്കുമ്പോൾ അല്ലേ, അപ്പൻഡിക്സിലാണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? യെസ്, അപ്പൻഡിക്സ് A9 ഫിസിക്സിൻ്റെ വോള്യൂം 1, അതായത് +1 വോള്യൂം 1 ടെക്സ്റ്റ് ബുക്കിൽ അപ്പൻഡിക്സ് A9 നിങ്ങൾക്ക് ഡയമെൻഷണൽ ഫോമുലേ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. 94ഓളം നമ്മൾ ഫസ്റ്റ് ഇയറിൽ, അതായത് നമ്മുടെ +1ലും +2ലും കൂടെ നമ്മൾ പഠിക്കുന്ന +1ലും +2ലും കൂടെ നമ്മൾ പഠിക്കണ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഇക്വേഷൻസും തന്നിട്ടുണ്ട്. അതേപോലെ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഇക്വേഷൻസും ഡയമെൻഷണൽ ഫോമുലയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. റെസ്പെക്റ്റീവ് ഡയമെൻഷണൽ ഫോമുലയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യാം. ഒരു 10, 20, 25ഓളം എക്സാമ്പിൾസ് നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതിൻ്റെ
അതിൻ്റെ റെസ്പെക്റ്റീവ് ഇക്വേഷൻ അവർ അതിൻ്റെ നേരെ തന്നിട്ടുണ്ട്. ഫർദർ സോൾവ് ചെയ്ത് നിങ്ങൾ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ടാബുലർ ഫോർമുല അല്ലെങ്കിൽ ആ ഒരു ടേബിളിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള പെർട്ടിക്കുലർ ഡയമെൻഷണൽ ഇക്വേഷൻ ആണോ ഡയമെൻഷണൽ ഫോർമുല ആണോ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. യെസ്, ഓക്കെ. അപ്പം നമ്മളിവിടെ ഇപ്പം ഏരിയ ഡിസ്കസ് ചെയ്തു, വോള്യൂം ഡിസ്കസ് ചെയ്തു, ഡെൻസിറ്റി ഡിസ്കസ് ചെയ്തു, വെലോസിറ്റി ഡിസ്കസ് ചെയ്തു, ആക്സിലറേഷൻ ഡിസ്കസ് ചെയ്തു, ഫോഴ്സ് ഡിസ്കസ് ചെയ്തു, ഇമ്പൾസ് എന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇമ്പൾസ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ നോക്കിക്കോളൂ, ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഇമ്പൾസ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഇതൊക്കെ നമ്മൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എല്ലാം നമ്മൾ ഡീൽ ചെയ്യും പല ചാപ്റ്റേഴ്സിൽ, നോക്കിക്കോളൂ. അപ്പോൾ നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് ഇൻറ്റു അപ്പോൾ നമ്മുടെ ഇമ്പൾസ് എന്നുള്ള ഇക്വേഷൻ എന്തായി? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ടൈം ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഈ ഒരു കൺവേർഷൻ നടത്തേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ L(T⁻²). എനിക്ക് ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല അറിയാം, L(T⁻²) ഇൻറ്റു ടൈം ആണ് അല്ലേ, ഇൻറ്റു ടൈം ആണ്. നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് ടി ഉണ്ട്, ഇവിടെ നമുക്ക് ടി ഉണ്ട്. സിംപ്ലി നമുക്ക് ഒരു എൽ അല്ലെങ്കിൽ ടി, എം, എക്സ്, എ ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ പവർ 1 ആണ്. എ പവർ ബി ഇൻറ്റു എ പവർ എം ഇൻറ്റു എ പവർ എൻ ആണെങ്കിൽ എ പവർ എം പ്ലസ് എൻ ആണ്. അപ്പോൾ ഇതിനെ ഞാൻ കമ്പൈൻ ചെയ്യുവാണ്, T⁻² + 1. എഗെയിൻ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻ ആണ്. നോക്കിക്കോളൂ, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ്, ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ഉണ്ടെങ്കിൽ ഒരു വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് നമ്മൾ വലിയ നമ്പറിൻ്റെ സൈൻ ഇടും, mLT⁻⁻1. അപ്പോൾ നമ്മുടെ ഇമ്പൾസിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എന്താണ്? ഇമ്പൾസിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ mLT⁻⁻1. മനസ്സിലായോ? യെസ്. അപ്പം ഞാൻ പറഞ്ഞു ബേസിക്കായ കാര്യങ്ങൾ നമ്മുടെ ആ സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും നെഗറ്റീവ് നമ്പേഴ്സ് ആയാലും അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ആയാലും അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സ് ആയാലും എക്സ്പോണൻസ് ആയാലും ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് പോയി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ, വർക്ക്. ഓക്കെ, വർക്ക് അല്ലെങ്കിൽ എനർജി. ചില സമയത്ത് നിങ്ങൾക്ക് വർക്ക് എന്ന് ചോദിക്കും, ചില സമയത്ത് എന്തെങ്കിലും എനർജി ആയിരിക്കും. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം m(a) ആണ്, ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലേ. യെസ്. അപ്പോൾ നമുക്കറിയാം m(a) എന്ന് പറയുന്നത് mLT⁻², എഗെയിൻ ഇൻറ്റു ലെങ്ത് ആണ്. ഇവിടെ നോക്കിക്കോളൂ, എൽ ഉണ്ട്. അപ്പോൾ ഈ എല്ലിൻ്റെ രണ്ട് പവേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. ആക്ച്വലി ഇവിടെ mL⁻1 ആണ്, ഇവിടെ L⁻1 ആണ്. അപ്പോൾ m ഇൻറ്റു L⁻1 + 1 ഇൻറ്റു T⁻², ദാറ്റ് ഈസ് ഈക്വൽ ടു mL² T⁻². നമ്മുടെ വർക്ക് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ അല്ലെങ്കിൽ എനർജി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും എനർജിയുടെയും ഇക്വേഷൻ ഇതാണ്. നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയമെൻഷണൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്നിരിക്കട്ടെ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ mgh ആണ്. mgh ആണ്. നോക്കിക്കോളൂ, mg എന്ന് പറയുന്നത്, g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ m ഇൻറ്റു g, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഫോഴ്സ് ആണ്. h എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ഈ ഹൈറ്റ് എന്താണ്? ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാം ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഹൈറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണെന്ന് നമുക്ക് പറയാം. സോ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh ആണ്. സോ mgh എന്ന് പറയുമ്പോൾ മാസ് ഉണ്ട്, ആക്സിലറേഷൻ L⁻², ഉണ്ട്, L ഉണ്ട്. നമുക്ക് എന്ത് കിട്ടി? mL² T⁻² എന്ന് കിട്ടി. ഒരു പക്ഷേ നിങ്ങളോട് കൈനറ്റിക് എനർജി ചോദിച്ചു എന്നിരിക്കട്ടെ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ 12mv² ആണ്.
ഹാഫ് എം വി സ്ക്വയർ ആണ്. നോക്കിക്കോളൂ, നമുക്ക് നമ്മുടെ ഈ ഒരു ഡയമെൻഷണൽ ഫോർമുലയിൽ നമ്മൾ കോൺസ്റ്റൻസിനെ ഒഴിവാക്കും. നമുക്ക് കോൺസ്റ്റൻസിൻ്റെ ആവശ്യമില്ല. ഡയമെൻഷണൽ ഫോർമുലയിൽ വി ഓൾവേസ് ഒമിറ്റ് കോൺസ്റ്റൻസ്. ഓക്കെ, അതായത് ഒരു നമ്പർ വാല്യൂ, ന്യൂമറിക് വാല്യൂസ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള പൈ അങ്ങനത്തെ കോൺസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, അത്തരം കോൺസ്റ്റൻസിനെയൊക്കെ നമ്മൾ ഒഴിവാക്കും, കോൺസ്റ്റൻറ്റ് വാല്യൂസിനെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ ഈ ഹാഫ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. മാസിൻ്റെ എം ആണ്. അതേപോലെ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ വി സ്ക്വയർ ആണ്. അപ്പോൾ വെലോസിറ്റി 2 പ്രാവശ്യം വരുന്നുണ്ട്. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? എൽ ടി പവർ -1 ആണ്. അതിൻ്റെ സ്ക്വയർ ആണ് ഞാൻ എടുക്കണേ. അപ്പം നമുക്കറിയാം എ ഇൻറ്റു ബി ദ ഹോൾ പവർ എം എന്ന് പറഞ്ഞാൽ എ പവർ എം ഇൻറ്റു ബി പവർ എം ആണ് നമ്മുടെ എക്സ്പോണൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ വരും? എം ഉണ്ട്, എൽ സ്ക്വയർ -1 ഇൻറ്റു 2 ചെയ്യുമ്പം -2. അപ്പോൾ എം എൽ സ്ക്വയർ ടി പവർ -2. ഏത് ഫോം ഓഫ് എനർജി ആയാലും, അത് പൊട്ടൻഷ്യൽ എനർജി ആയാലും അത് കൈനറ്റിക് എനർജി ആയാലും, സിംപ്ലി എനർജി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡയമെൻഷണൽ ഫോർമുല എന്താണ്? സെയിം ആണ്. വർക്ക് എന്ന് പറയുന്നത് ദി എനർജി ടു ഡു വർക്ക്. വർക്ക് എന്ന് പറയണതും എനർജി എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഇക്വേഷൻ സെയിം ആണ്. സോ അതിൻ്റെ അതായത് രണ്ടും നമ്മുടെ ഈ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ അത് ഡിപ്പെൻഡ് ചെയ്യണത് ഒരേപോലെയാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഡയമെൻഷണൽ ഫോർമുലയും സെയിം ആണ്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, പവർ എന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. പവർ എന്ന് പറയുന്നത് നമുക്ക് ഒന്നെങ്കിൽ എനർജി ബൈ ടൈം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വർക്ക് ബൈ ടൈം എന്ന് കൊടുക്കാം. എനർജി പെർ ടൈം അല്ലെങ്കിൽ വർക്ക് പെർ ടൈം എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വർക്കിൻ്റെ എന്താണ് നമ്മുടെ ഡയമെൻഷണൽ ഫോർമുല ഡിറൈവ് ചെയ്തതേ ഉള്ളൂ. എം എൽ സ്ക്വയർ ടി പവർ -2 അല്ലേ? എം എൽ സ്ക്വയർ ടി പവർ -2 ഡിവൈഡഡ് ബൈ ടൈം ആണ്. സോ ഇവിടെ ടി വന്നു. ഈ ടീനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോവാണ്. എം എൽ സ്ക്വയർ ടി പവർ -2 ഇൻറ്റു മുകളിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആവും. എഗെയിൻ രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്, ടി ആണ്. സോ എനിക്ക് ഈ 2 പവേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. എം എൽ സ്ക്വയർ ടി പവർ -3. സോ പവറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? എം എൽ സ്ക്വയർ ടി പവർ -3. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷനിൽ അവർ എങ്ങനെ തരും? എം ഡിവൈഡഡ് ബൈ എൽ പവർ -2 ടി ക്യൂബ് എന്ന് തന്നിട്ടുണ്ടാവും. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിലും എന്താണ്? അത് കറക്റ്റാണ്. വേറെ രീതിയിൽ നമ്മൾ പറയുമ്പോൾ 1 ഡിവൈഡഡ് ബൈ എം പവർ -1 എൽ പവർ -2 ടി ക്യൂബ് എന്ന് തന്നിട്ടുണ്ടാവും. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിലും എന്താണ്? അത് കറക്റ്റാണ്. മനസ്സിലായല്ലോ? യെസ്. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ തരും. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ആദ്യം മെക്കാനിക്സിലുള്ള കുറച്ച് ക്വാണ്ടിറ്റീസ് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇലക്ട്രോണിക്സും തെർമോഡൈനാമിക്സ് ഒക്കെ നോക്കാം. ഓക്കെ, നമ്മൾ മൊമെൻറ്റം ഡിസ്കസ് ചെയ്തു. ഓക്കെ, പ്രഷർ എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. വാട്ട് ഈസ് പ്രഷർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഫോഴ്സ് എന്ന് പറയുന്നതിൻ്റെ എന്താണ് ഡയമെൻഷണൽ ഫോർമുല എന്താണ്? എം എൽ ടി പവർ -2. ഫോഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എം എൽ ടി പവർ -2 ഡിവൈഡഡ് ബൈ ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല എൽ സ്ക്വയർ ആണ്. ഇതിനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകുമ്പം എം എൽ ഇൻറ്റു എൽ പവർ -2 ടി പവർ -2. പവേഴ്സ് ആഡ് ചെയ്യണ സമയത്ത് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇടും. എം എൽ പവർ -1 ടി പവർ
-2. അപ്പോൾ നമ്മുടെ പ്രഷർ എന്ന് പറയുന്ന ആളുടെ ഡയമെൻഷണൽ ഫോർമുല ml പവർ -1 T പവർ -2 ആണ്. നമ്മൾ ഈ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്കുണ്ട്. സ്ട്രെസ്സിൻ്റെ ഇക്വേഷനും നമുക്ക് പറയാം ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയും എന്തായിരിക്കും? ഇത് തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ? യെസ്.